ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലും ടേസ്റ്റുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കാണുന്ന ഹൈപ്പും കൂടി തരാൻ മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതാ അപ്പോൾ ഇവിടെ 2 വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കിലോനോളം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബീട്രൂട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഫ്രൈ ആക്കില്ല, ഒന്നങ്ങ് വേവിച്ചെടുക്കുന്നത് ഈ എണ്ണയിലിട്ടിട്ടാണ്. അത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ബീട്രൂട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. നല്ലപോലെ ഒന്ന് ബീട്രൂട്ട് വെന്ത് വരണം. ഈ എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബീട്രൂട്ട് വെന്ത് വരുമ്പോൾ തന്നെ ഉപ്പൊക്കെ അതിലേക്ക് അങ്ങ് പിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ എണ്ണയിൽ കടന്നിട്ട് ഈ ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി അറിയാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. അതപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്നും കുറച്ചൊന്ന് ചുരുങ്ങിയ പോലെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ അത് വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിലേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എണ്ണയുടെ അളവ് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഒന്ന് നീളനെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാന്താരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഇതിൻ്റെ കളറങ്ങ് ചേഞ്ചായി മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നല്ലപോലെ ഒന്ന് വാടി ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഈ വെളുത്തുള്ളിക്കും ഇഞ്ചിയിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിൽ ഉപ്പ് ചേർത്തത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ കുറച്ച് അധികം ചേർത്താൽ നമ്മുടെ ഈ അച്ചാറിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം കായംപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാദാ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ഒരിക്കലും നിങ്ങൾ ഇത്രയും അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നല്ല എരിവായി പോവും. പിന്നെ ഈ എരിവിനായിട്ട് ചേർത്തിട്ടുള്ള പൊടിയൊക്കെ നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഒരുപാട് എരിവ് ഇഷ്ടമുണ്ടായിരിക്കില്ല. ഇതൊരു അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള എരിവാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇത്ര തന്നെ വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടീൻ്റെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. പൊടികളൊന്ന് ആ എണ്ണയിൽ കടന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മുളക് പൊടീൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയ ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്ത് കൊടുത്ത സമയം മുതൽ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം കേട്ടോ. വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി അത്യാവശ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിലേക്കൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമ്മൾ വഴറ്റി വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് പുറത്ത് തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും.
വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും അച്ചാറൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വെള്ളം കുറച്ചും കൂടി ഇത്ര ഡ്രൈ ആയിട്ടുള്ളൊരു അച്ചാറല്ല വേണ്ടത്, കുറച്ചിങ്ങനെ നനവോട് കൂടിയുള്ളൊരു അച്ചാറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ബീട്രൂട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഉപ്പും പുളിയൊക്കെ നോക്കുക, നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതി. അച്ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാർ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ നല്ല പോലെ കഴുകി തുടച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതായിരിക്കണം കേട്ടോ. ഒട്ടും തന്നെ നനവുണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കോരി എടുത്ത് മാറ്റുന്ന ആ സ്പൂണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. ഒട്ടും തന്നെ നനവില്ലാത്ത സ്പൂണായിരിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ അച്ചാറൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ലാസ്റ്റ് കുപ്പിയിലൊക്കെ ആക്കി വെച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ അച്ചാർ കേടുകൂടാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന അച്ചാർ, വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണേ. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഉണ്ടാക്കിയ ശേഷം ഒരു 4 ദിവസം ഇതുപോലെ വെച്ച ശേഷം കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.